നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തൃശൂർ നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തൃക്കൂർ സ്വദേശി ബിനോജ്, കരുവന്നൂർ സ്വദേശി സജിൽ എന്നിവരാണ് മരിച്ചത്. ബോട്ട് മുങ്ങിയ സ്ഥലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെത്തി സന്ദർശിക്കുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൻ മണ്ണിടിച്ചിലുണ്ടായ ദേശമംഗലം പഞ്ചായത്തിലെ കൊറ്റമ്പത്തൂർ പുതിയ ഉന്നതി കോളനിയിൽ ഉന്നതാധികാരികൾ ഒന്നിച്ച് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തഹസിൽദാർ ഉൾപ്പെടെ പഞ്ചായത്ത് വില്ലേജ് അധികൃതരാണ് സ്ഥലം സന്ദർശിച്ചത്. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ C. സന്തോഷ്, ദേശമംഗലം വില്ലേജ് ഓഫീസർ AB ഫിറോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ, പഞ്ചായത്ത് സെക്രട്ടറി ജസ്റ്റിൻ ലാൽ, ചെറുതുരുത്തി പോലീസ് SI സതീഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI സലീം തുടങ്ങിയവർ അടങ്ങിയ ഉന്നതതല സംഘമാണ് അപകട സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തിയത്. ജൂലൈ 4 അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് തലപ്പള്ളി സർക്കിൾ യൂണിയന്റെ നേതൃത്വത്തിൽ ആദരവും സെമിനാറും സംഘടിപ്പിച്ചു. 2024-25 വർഷത്തെ SSLC, +2, VHSC, CBSE, ICSE പരീക്ഷകളിൽ ഫുൾ A+, A1 നേടിയ തലപ്പള്ളി, കുന്നംകുളം താലൂക്കുകളിലെ എല്ലാ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെയും മുഴുവൻ സമയ സ്ഥിരം ജീവനക്കാരുടെയും മക്കൾക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ ആദരം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് സർക്കിൾ പുറത്തിറക്കിയ സ്റ്റാമ്പിന്റെ പ്രകാശനവും MLA നിർവഹിച്ചു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം വയോധികരായ 2 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം താമസിക്കുന്ന ചേനക്കുന്നത്ത് 72 വയസ്സുള്ള അലി അഹമ്മദ് എന്ന വാപ്പു, വെട്ടുകാട്ടിൽ വീട്ടിൽ 69 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി എന്നിവർക്കാണ് കടിയേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധികൃതർ ഈ ഗുരുതര സാഹചര്യം അറിഞ്ഞിട്ടും മൗനം പാലിക്കുകയാണെന്ന് നാട്ടുകാർ.